പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് ഇന്ന് രാത്രിയിൽ മഹത്വം അർപ്പിക്കുകയാണ്. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രെയർ എന്ന് പറയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ മിനിസ്ട്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ മിനിസ്ട്രിയുടെ പ്രവർത്തന മേഖലയിൽ അധ്വാനം ചെയ്യുന്ന കർത്താവിന് വിലപ്പെട്ട ദാസന്മാർ, മാത്രമല്ല ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായിരിക്കുന്ന ദേവദാസൻ തോമസ് ചെറിയാൻ അവറുകൾ, മറ്റിതര നിലകളിൽ ഈ ശുശ്രൂഷകൾക്ക് എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന കൈത്താങ്ങലുകൾ നൽകുന്ന വിലപ്പെട്ട അഭിഷിക്തന്മാർ, ഈ ക്ലാസ് ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് എല്ലാ ചൊവ്വാഴ്ച തോറും നടന്നു വരുന്ന പ്രതിവാര ദൈവജന പഠന പരമ്പരയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സർവ്വവല്ലഭനായ ദൈവം നമ്മളെ സഹായിച്ചു തോർത്ത് സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായി ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. കർത്താവായ യേശുവിൻ്റെ ഒരു ശിഷ്യയായി തീരുക എന്നുള്ളത് ഏറ്റവും ഒരു ഭാഗ്യകരമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഭാഗ്യകരമായ അവസ്ഥ നമ്മൾ പ്രാപിക്കുമ്പോൾ തന്നെ അതേ ഭാഗ്യകരമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മറ്റുള്ളവരെയും കൂടെ ആ യേശുവിൻ്റെ ശിഷ്യഗണത്തിലെ ഒരംഗമായി മറ്റൊരുവനെയും കൂടെ മാറ്റി തീർക്കുക എന്നുള്ളത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ മഹാനിയോഗം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ക്ലാസ് അതിന് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗമെന്ന് പറയുന്നത് ശിഷ്യത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുക അല്ലെങ്കിൽ തീർക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേക്ക് ഡിസൈപ്പിൾസ്, ഒരു ശിഷ്യനെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു തുടർമാന പ്രക്രിയയാണ് എന്നുള്ളത് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. അന്ത്രയോസ്, ശീമോന്, ഫിലിപ്പോസ്, നഥനിയേൽ ഇവരെല്ലാം ക്രമാനുഗതമായിട്ട് യേശുവിൻ്റെ ശിഷ്യ ഗണത്തിലേക്ക് പടിപടിയായി അടുത്തതിൻ്റെ പിൻപിലും ഇങ്ങനെയൊരു ക്രമം നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു തുടർമാനമായിരിക്കുന്ന ഒരു പ്രക്രിയ നമുക്കതിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവനിലൊരു ദൗത്യം, ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? മറ്റൊരുവനെയും കൂടെ യേശുവിൻ്റെ ശിഷ്യനാക്കി മാറ്റുക. വീണ്ടും ആ വ്യക്തി വേറൊരാളെ യേശുവിൻ്റെ ശിഷ്യനാക്കി മാറ്റുക. അങ്ങനെ ഓരോരുത്തരും ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ ദൗത്യം ഭംഗിയായി ഉത്തരവാദിത്തോടെ ഏറ്റെടുത്ത് നടത്തിയാൽ കർത്താവായ യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ ധാരാളം ശിഷ്യന്മാരെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതായ ഭാഗമെന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതാണ്, ശിഷ്യത്വത്തിൻ്റെ വില എന്നുള്ളതാണ്. ഇത് വില കൊടുത്ത് യേശുവിൻ്റെ ശിഷ്യനായി തീരുന്ന ഒരു പ്രക്രിയയാണ്. പെട്ടെന്നൊന്നും വേഗത്തിൽ അല്ലെങ്കിൽ എളുപ്പത്തിൽ യേശുവിൻ്റെ ശിഷ്യനായി മാറുക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസമേറിയൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിമ്പിൽ ഒരു വലിയ വില നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകത്തിലൂടെ ഞാനത് നിങ്ങളെന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 57 മുതൽ 61 വരെയുള്ള വാക്യം 61 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ അനുഗമിക്കുന്ന 3 വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ കാലഘട്ടങ്ങളിലെ ചിലരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ നമുക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അതിന് യേശു കൊടുക്കുന്ന മറുപടിയാണ്,
യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടും ഉണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. യേശുവും തൻ്റെ ശിഷ്യന്മാരും അനേകരിങ്ങനെ കടന്നു പോകുന്ന വേളയിൽ ഒരാൾ കടന്നു വന്നിട്ട് ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു വിവരം അവിടെ പറയുന്നില്ല, ഒരുത്തൻ എന്നാണ് പറയുന്നത്. ആ വ്യക്തി കടന്നു വന്നിട്ട് യേശുവിനോടായിട്ട് പറയും, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞാൽ യേശു ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ അനുഗമിക്കണമെന്ന്. യേശു ഒരിക്കലും അവനെ നിർബന്ധിച്ചുമില്ല. എന്നാൽ യേശു പറയാതെ തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം തൻ്റെ ഉള്ളിലെ ആ താല്പര്യം യേശുവിനോട് പങ്കുവെക്കുകയാണ്. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ശിഷ്യത്വത്തിൻ്റെ മാറ്റെന്ന് പറയുന്ന, ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അനുഗമനം എന്നുള്ളതാണ്. അനുഗമനം, ഒരു ഗുരുവിനെ അനുഗമിക്കുന്നതാണ് എപ്പോഴും ശിഷ്യൻ്റെ ഒരു നല്ല ലക്ഷണമെന്ന് പറയുന്നത്. ഗുരുവിൻ്റെ വഴിയും ശിഷ്യൻ ശിഷ്യൻ്റെ വഴിയും എന്നുള്ളതല്ല. ഗുരു എതിലേക്ക് പോകുന്നുവോ, എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ, ആ ഗുരുവിനെ അനുഗമിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ തികച്ചും ഈ വ്യക്തി യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു ഒന്നും ആവശ്യപ്പെട്ടില്ല എന്നെ അനുഗമിക്കണമെന്നോ ഒന്നും യേശു ഇവിടെ പറയുന്നില്ല. പക്ഷേ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ യേശുവിനോട് പറയുന്നു, ഞാൻ അനുഗമിക്കാം, നീ എവിടെ പോയാലും അനുഗമിക്കാം. എന്നാൽ യേശു കൊടുത്ത മറുപടി നമ്മൾ വായിച്ചു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്ക്കുവാൻ സ്ഥലമില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? തന്നോട് ആവശ്യപ്പെടാതെ പോലും തന്നെ അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുവാൻ മനസ്സ് കാണിച്ച ആ വ്യക്തിയോട് അവൻ്റെ അനുഗമനത്തെ ഒരു പരിധിവരെ തടസ്സം ചെയ്യുന്ന ഒരു മറുപടി അയച്ചു കൊടുക്കുന്നത്. നീ ശ്രദ്ധിച്ച് വേണം എന്നെ അനുഗമിക്കാൻ. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വ്യക്തമായി നീ അറിഞ്ഞിട്ടില്ല. എൻ്റെ സ്ഥിതി എന്താണ് നീ അറിഞ്ഞിട്ടില്ല. ഇതൊന്നും അറിയാതെയാണ് നീ എന്നെ അനുഗമിക്കാമെന്ന് പറയുന്നത്. അതല്ലേ ആ യേശു പറഞ്ഞ മറുപടിയുടെ അകത്ത് കാണുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞാൽ യേശു എങ്ങോട്ടാണ് പോകുന്നത്? തല ചായ്ക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിലാണ് യേശു അവനോട് പറയുന്നത്, മനുഷ്യപുത്രന് തല ചായ്പാനിടമില്ല. നീ എൻ്റെ പിന്നാലെ വരുന്നത് കൊള്ളാം, പക്ഷേ നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭക്ഷണമോ വിശ്രമിക്കുവാൻ കിടക്കുവാൻ ഒരു സ്ഥലമോ ഒരുപക്ഷെ ലഭിച്ചില്ലെന്ന് വന്നേക്കാം. ഇതൊക്കെ നീ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് എന്നെ അനുഗമിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും കൊള്ളാം, ഞാൻ നിന്നെ അംഗീകരിക്കാം, നിനക്ക് എന്നെ പിന്തുടരാം. ഈ കാര്യം യേശു അവനോട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ശേഷം അവൻ അനുഗമിച്ചിട്ടുണ്ടോ, അവൻ യേശുവിനെ പിന്തുടരാൻ തയ്യാറായി എന്നുള്ളത് ആ ഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കുമ്പോൾ വ്യക്തമല്ല. എങ്കിലും അവനൊരു ആവേശമുണ്ടായിരുന്നു, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിടുക്കമുണ്ടായിരുന്നു യേശുവിനെ അനുഗമിക്കുവാൻ. തൻ്റെ മുൻപിൽ എന്താണുള്ളത്, തൻ്റെ പിൻപിൽ എന്താണുള്ളത് ഒന്നും താൻ ചിന്തിക്കുന്നില്ല. എടുത്ത ചാടിയ വഴി യേശുവിനെ അനുഗമിക്കണം എന്നുള്ളൊരു ചിന്തഗതിയിലൂടെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ആളുകൾ, അവരുടെ എല്ലാം ഒരു പ്രതിനിധിയായിട്ടാണ് ഈ ഒന്നാമത്തെ മനുഷ്യൻ നമ്മൾ കാണുന്നത്. യേശുവിനെ അനുഗമിച്ചാൽ ഒരുപക്ഷെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു അറിവോ കാഴ്ചപ്പാടോ ഇല്ലാത്ത ആളുകൾ അപ്പോഴത്തെ ആവേശത്തിന് പറയും, ഞാൻ നിന്നെ അനുഗമിച്ചോളാം, നീ എവിടെ പോയാലും അനുഗമിക്കാം. സത്യത്തിൽ യേശു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇവൻ തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ അവൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് ഉൾവലിയാൻ സാധ്യതയുണ്ട്. യേശുവിൻ്റെ യാത്ര എങ്ങോട്ടാ? വേദപുസ്തകത്തിൻ്റെ സുവിശേഷങ്ങളിലെ അവസാന ഭാഗങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം, കാൽവറി ക്രൂശിലേക്കാണ് കർത്താവിൻ്റെ യാത്രയെന്ന് പറയുന്നത്. അപ്പോൾ ആ യേശുവിനോട് ഒന്നിച്ചുള്ളതായ യാത്രയും ആ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്
അവൻ ഫൈനലി എത്തിച്ചേരുന്നൊരിടമാണ് കാൽവറി എന്ന് പറയുന്നത്. അവിടെ എന്താ കാണാൻ കഴിയുന്നത്? ത്യാഗത്തിൻ്റെ വേദനയുടെ മുറിവേൽക്കുന്ന മനുഷ്യനെ നിരുപാധികം വേദനിപ്പിക്കുന്ന ഒരു രംഗത്തേക്കാണ് യേശു കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായി അവനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അവൻ്റെ ഒരു ശിഷ്യനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, അത് നീ മനസ്സിലാക്കിയിട്ടാണോ എന്നെ അനുഗമിക്കുന്നതെന്നാണ് യേശു ചോദിച്ചതിൻ്റെ സാരം. എന്നാൽ അതിന് മറുപടി അവിടെ നമ്മൾ കാണുന്നില്ല. എന്നാൽ രണ്ടാമതൊരു വ്യക്തി യേശുവിനെ അനുഗമിക്കുന്ന അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അനുഗമിക്കാനുള്ള തൻ്റെ ആഗ്രഹം പറയുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തിയുള്ള ബന്ധത്തിൽ യേശു അവരോട് ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തിയോട് യേശു ചോദിക്കുന്നില്ല എന്നെ അനുഗമിക്കാൻ. യേശു പറയാതെ തന്നെ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹത്തോടു കൂടിയാണ് അവൻ വന്നത്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി, അതായത് അതിൻ്റെ 59 വാക്യം, വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വ്യക്തി എങ്ങനെയുള്ളവനാണ്? യേശു ആവശ്യപ്പെടുകയാണ് അവനോട്, എന്നെ അനുഗമിക്കുക. വ്യക്തമായിരിക്കുന്ന ഒരു ആഗ്രഹവും ഉദ്ദേശവും ഒരുപക്ഷെ അവനോടുള്ള ബന്ധത്തിൽ യേശുവിനുണ്ട്. അവനോട് പറയുക, നീ എന്നെ അനുഗമിക്കണം. പക്ഷെ അവൻ പറ്റത്തില്ല എന്ന് യേശുവിനോട് പറയുന്നില്ല. എന്നാൽ അതിനു മുമ്പ് അവനൊരു എക്സ്ക്യൂസ് യേശുവിൻ്റെ മുമ്പിൽ പറയുന്നുണ്ട്. അതെന്താണ്? എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ. ഈ ഭാഗത്തു നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത്, യേശുവിന് ശിഷ്യനായി തീരുക എന്നുള്ളത് ഒരു സ്വാർത്ഥരഹിതമായിരിക്കുന്ന ഒരു തീരുമാനമായിരിക്കണം. ഇവിടെ താൻ പറയുന്നത്, എൻ്റെ അപ്പനെ എന്ത് ചെയ്യണം? കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ അപ്പൻ മരിച്ചു, അവനെ അടക്കം ചെയ്യണം. അത് ന്യായമായിരിക്കുന്ന ഒരു ചോദ്യമല്ലേ, ഒരു ന്യായമായ ഒരു ആവശ്യമല്ലേ? ഈ ലോകത്തിലാകുമ്പോൾ നമുക്ക് ബന്ധങ്ങൾക്ക് വളരെ സ്ഥാനമുണ്ട്. അപ്പൻ, അമ്മ, മക്കൾ, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ ബന്ധങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത്. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നതിന് മുൻപായിട്ട് അവൻ യേശുവിനോട് പറയുന്നത്, എൻ്റെ അപ്പനെ എനിക്ക് എന്ത് ചെയ്യണം? കുഴിച്ചിടുവാൻ അനുവാദം തരണം. യേശുവിനോട് അനുവാദം ചോദിക്കുക. അപ്പോൾ ന്യായമായിരിക്കുന്ന ഒരു ആവശ്യമാണ് യേശുവിന് മുമ്പിൽ അവൻ പറയുമ്പോഴും യേശു കൊടുക്കുന്ന മറുപടി എങ്ങനെയാണ്? അടുത്ത ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, അവൻ അവനോട്, മരിച്ചവൻ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു മറുപടിയാണ് നമ്മുടെ ഗുരുവിൽ നിന്ന് ഒരു ശിഷ്യൻ എന്ന നിലയിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ നമ്മളിൽ എത്ര പേര് അത് സ്വീകരിക്കും? എത്ര പേര് അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാകും? യേശു വളരെ അവൻ ചോദിച്ച, അവനയിച്ച ആവശ്യത്തെ പാടെ നിരാകരിക്കുന്ന നിലയിലാണ് യേശു കൊടുത്ത മറുപടി. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. ഒരു ശിഷ്യൻ എന്ന നിലയിൽ നീ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നിന്റെ ചില ബന്ധങ്ങൾ തൽക്കാലം അതിനോട് വിട പറഞ്ഞേ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. എന്നാൽ അത് സാധ്യമാണോ ഇന്നത്തെ നമ്മുടെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ? അവിടെ തൻ്റെ അപ്പൻ മരിച്ചു എന്നുള്ളത് ശരിയാണ്. നമുക്കറിയാം, ഒരു പിതാവ് മരിച്ചു കഴിഞ്ഞാൽ ആ മകനെ സംബന്ധിച്ച് ഒത്തിരി കർത്തവ്യങ്ങളും ചുമതലകൾ അതിനോടനുബന്ധിച്ച് ഭവനത്തിലുണ്ട്. എന്നാൽ അതിന് പോലും അവനെ സമ്മതിക്കാതെ കണ്ട് യേശു പറയുകയാണ്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. എന്നാൽ അവനും യേശുവിനെ അനുഗമിച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നില്ല. അവിടെ എത്ര നമ്മൾ വായിക്കുന്നുള്ളൂ? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ മറുപടി കേട്ടപ്പോൾ അവൻ പിൻവാങ്ങി എന്ന് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ മനുഷ്യനും നമ്മൾ കണ്ടു, അവന് കൊടുത്ത മറുപടി എന്തായിരുന്നു? കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾ കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല. ഇത് കേട്ടപ്പോൾ ഒന്നാമത്തെ മനുഷ്യനും യേശുവിനെ അനുഗമിക്കുന്നതിൽ, അവൻ്റെ ശിഷ്യനായി തീരുന്നതിൽ നിന്ന് അവൻ പിറകോട്ട് പോയി എന്ന് ന്യായമായിട്ട് അനുമാനിക്കാം. ഇനി മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട്. അതിൻ്റെ 61 വാക്യത്തിലാണ്, മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം,
ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോടും യാത്ര പറയുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. തൻ്റെ മൂന്നാമത്തവൻ്റെ ന്യായമായിരിക്കുന്ന ഒരു ആവശ്യം, ഞാൻ നിന്നെ അനുഗമിക്കാം. അവിടെയും യേശുവാണ് ആദ്യം ഈ ആവശ്യം പറയുന്നത്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ആ വാക്കിന് മുമ്പിൽ അവൻ താല്പര്യത്തോടെ പറയുന്നത്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം എന്ത് ചെയ്യണം, എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം. അവിടെയും ഒരു സ്വാർത്ഥത കാണുന്നുണ്ട്, എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ. രണ്ടാമത്തെ മനുഷ്യൻ പറഞ്ഞ, എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ എന്നെ അനുവദിക്കണം. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്, യേശുവിനെ അനുഗമിക്കുന്നതിന്, യേശുവിനെ ഒരു യഥാർത്ഥ ശിഷ്യനായി തീരുന്നതിന് നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ നമ്മെ പലപ്പോഴും അതിനെ തടസ്സം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തടയുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തു വരുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറാൻ കഴിയുകയുള്ളൂ. അവന് മാത്രമേ യേശുവിനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇതാ മൂന്നാമത്തെ മനുഷ്യനും യേശുവിനോട് പറയുന്നു, എൻ്റെ വീട്ടുകാരോട് യാത്ര പറയുവാൻ അനുവാദം തരണം. അവനും കൊടുത്തു കർത്താവ് മറുപടി. എന്താ മറുപടി കൊടുത്തത്? യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉദ്യമത്തിന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് തിരിഞ്ഞ് പോകുന്നവൻ ഒരിക്കലും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നിലയിൽ ദൈവരാജ്യത്തെ സുവിശേഷിക്കുവാൻ കൊള്ളാവുന്നവനല്ല എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് വ്യക്തികളെ ഇന്നത്തെ മൂന്ന് തരത്തിലുള്ളതായ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കാം. ആദ്യത്തെ വ്യക്തി യേശു ആവശ്യപ്പെടാതെ തന്നെ യേശുവിനോടായിട്ട് പറയുക, ഞാൻ നിന്നെ അനുഗമിക്കാം, നീ എവിടെ പോയാലും. എന്നാൽ രണ്ടാമത്തെ വ്യക്തി യേശു ആവശ്യപ്പെട്ടു, നീ എന്നെ അനുഗമിക്കണം, പക്ഷെ അവിടെ ചില എക്സ്ക്യൂസുകൾ പറഞ്ഞ് താന് പിന്മാറുകയാണ്. മൂന്നാമത്തെ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. യേശു ആവശ്യപ്പെടുന്നു, എന്നെ അനുഗമിക്കണം, നീ എന്നെ അനുഗമിക്കുക. പക്ഷേ അവനും പറയുന്നത് എന്താണ്? ഞാൻ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം വേണം. അപ്പോൾ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന തടസ്സവാദങ്ങൾ അവർ നിരത്തി വെച്ചത് കൊണ്ട് അവർ യേശുവിനെ അനുഗമിക്കുവാനോ യേശുവിൻ്റെ ശിഷ്യനായി മാറുവാനോ കഴിഞ്ഞിട്ടില്ല എന്ന് ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. എന്നാൽ യേശുവിനെ അനുഗമിച്ചാൽ ഒരുപക്ഷെ ഈ മൂന്ന് തടസ്സങ്ങളും അത് അംഗീകരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടും, ഇനി സ്വന്തം പിതാവ് മരിച്ചു, ആ പിതാവിനെ അടക്കം ചെയ്യുവാൻ നിൽക്കാതെ യേശുവിനെ അനുഗമിക്കുവാൻ തന്നെ തീരുമാനിച്ച് യേശുവിനോട് അല്ലെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ, ഈ മൂന്നാമൻ പറഞ്ഞതുപോലെ വീട്ടുകാരോട് യാത്ര ചോദിക്കാൻ പോലും നിൽക്കാതെ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായാൽ, ഒരുപക്ഷെ മുൻപോട്ടുള്ള യാത്രയിൽ പലതും പ്രതിസന്ധികളായിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഒരിക്കലും കർത്താവിനെ കുറ്റം പറയുവാൻ നമ്മൾ ഇടവരരുത്. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിത്തിരിച്ചു, പക്ഷെ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല, ധാരാളം പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുക. നിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളതായ ന്യായമായിരിക്കുന്ന ചോദ്യങ്ങൾ ഒരുപക്ഷെ കർത്താവിനോട് ചോദിക്കാൻ സാധ്യതകളേറെയുണ്ട്. എന്നാൽ യഥാർത്ഥ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി, അവനാണ് യഥാർത്ഥ ശിഷ്യൻ. അങ്ങനെ ആ ശിഷ്യനെ സംബന്ധിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ, അതായത് യേശു ഒരു പടകിൽ കയറിയപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കൂടെ ചെന്നു. എത്ര നല്ല ഒരു ചിന്തയാന്ന് നോക്കിക്കേ. ഒരു ശിഷ്യനെ സംബന്ധിച്ച് യേശു എവിടെയൊക്കെ യാത്ര ചെയ്യുമോ അവിടെയെല്ലാം യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവനാണ്, സഞ്ചരിക്കുന്നവനാണ് ശിഷ്യൻ. ആ പടകിൽ കയറിയ സമയത്തും യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കൂടെ ഉണ്ട്. കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ
അതിൽ 24 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആ പടകിൽ അവരെല്ലാവരും ഇരിക്കുകയാണ്. പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. ഒരു ശിഷ്യത്വത്തിന് വേണ്ടി വലിയ വില കൊടുത്ത് നാം ഇറങ്ങിത്തിരിച്ചു. ചില ബന്ധങ്ങളെയൊക്കെ താൽക്കാലികമായി വേണ്ടെന്ന് വെച്ചു. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കുറ്റക്കാരനായി തീരത്തക്ക നിലയിൽ നമ്മൾ യേശുവിന് വേണ്ടി നമ്മുടെ ജീവിതവും ഹൃദയം കൊടുത്ത യേശുവിനെ അനുഗമിക്കുന്ന നല്ലൊരു ശിഷ്യനായി മാറി. എന്നാൽ ആ സമയത്തും, അല്ലെങ്കിൽ യേശുവിൻ്റെ നല്ലൊരു ശിഷ്യനായി മാറി മുൻപോട്ട് പോകുന്ന സമയത്തും നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ചില പ്രതിഭാസങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു. യേശുവിനോടൊത്ത ശിഷ്യന്മാർ പടകിലിരിക്കുന്ന സമയത്ത് കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരങ്ങളാൽ മുങ്ങുമാറായി. ഒരുപക്ഷെ ശിഷ്യന്മാർക്ക് യേശുവിനോട് ചോദിക്കാനുള്ള ഒരു കാരണമാണത്, കാരണം ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. ചില ബന്ധങ്ങൾ പോലും താൽക്കാലികമായി വേണ്ടെന്ന് വെച്ചാൽ നിന്റെ പിന്നാലെ ഞങ്ങൾ ഇറങ്ങി വന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും ഞങ്ങൾക്കെതിരെ കടന്നു വരുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ ഞങ്ങളിത് സഹിക്കേണ്ടവരാണോ, ഞങ്ങളിത് അഭിമുഖീകരിക്കേണ്ടവരാണോ? കാരണം ഞങ്ങൾ നിന്റെ ഒപ്പമാണ്, അല്ലെങ്കിൽ നിന്റെ പിന്നാലെയാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. ഒരുപക്ഷെ മറ്റുള്ളവരെ വിരച്ചുകൊണ്ട് അവൻ യേശുവിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ, ഉത്തരവാദിത്തങ്ങൾ മറന്ന്, കുടുംബ ബന്ധങ്ങൾ മറന്ന് യേശുവിൻ്റെ പിന്നാലെ അനുഗമിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത് എന്നുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് അവരുടെ ജീവിതത്തിൽ വരുമായിരുന്നു. എന്നാൽ നമ്മളൊരു കാര്യം ഇവിടെ നിന്ന് പഠിക്കുവാനുണ്ട്. യേശു എന്ന് പറയുന്ന ശ്രേഷ്ഠ ഗുരു തൻ്റെ ശിഷ്യന്മാരെ വിട്ട് മാറിയല്ല പോകുന്നത്. അവനിരിക്കുന്ന പടകിൽ, അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന പടകിൽ യേശു ഉണ്ട്. ആ യേശു ഇരിക്കുന്ന പടകിലാണ് ശിഷ്യന്മാരും ഇരിക്കുന്നത്. ഒരു നല്ല ഗുരുവിനെ സംബന്ധിച്ച് ഒരിക്കലും ശിഷ്യന്മാരെ കഷ്ടതയിലേക്ക് തള്ളിവിടത്തില്ല. ഒരു നല്ല ഗുരു ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരെ വേദനയിലേക്ക് തള്ളിവിടത്തില്ല. അവരുടെ വിഷയങ്ങൾ, അവരുടെ വേദനകളെല്ലാം ആ ഗുരു ഏറ്റെടുക്കാൻ സന്നദ്ധനായി മാറും. അപ്പോൾ ഈ പടയിൽ ഇരിക്കുന്നതായ ശിഷ്യന്മാർ ശ്രദ്ധിച്ചു നോക്കി, അവർ യേശു എന്ന ഗുരുവിനോടുകൂടി ഇരിക്കുന്നത്. അപ്പോഴാണ് ഈ വലിയ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് മുങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ മറ്റൊരു ഭാഗം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും. യേശു എന്ന നല്ലൊരു ഗുരുവിനെ അനുഗമിച്ചത് കൊണ്ട് മുങ്ങിപ്പോകുന്ന, താണു പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ അവിടെ നിശ്ചയമായിട്ടും നമ്മുടെ കരം പിടിക്കുന്ന നല്ലൊരു ഗുരുവിനെ, അല്ലെങ്കിൽ ആ ഒരു ഗുരുവിൻ്റെ ചിത്രം നമ്മൾ അവിടെ കാണുകയാണ്. 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നെന്ന് പറഞ്ഞു. അവനെ ഉണർത്തി അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാൽ ആ മനുഷ്യൻ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. യേശുവിന് നല്ലൊരു ബോധ്യമുണ്ട്. തൻ്റെ വാക്ക് കേട്ട് തന്നെ അനുഗമിച്ചതായ ഈ ശിഷ്യന്മാരെ ഒരു പ്രതികൂലത്തിന് നടുവിലും കൈവിടുകയില്ല. അത് യേശുവിന് നല്ല തീരുമാനമാണ്. കാരണം അതാണ് യഥാർത്ഥ ഗുരുവിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ധാരാളം ഗുരുക്കന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. തങ്ങളുടെ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക, കടന്നു പോവുക. എന്നാൽ അങ്ങനെ ഒരു ഗുരുവിനെ അല്ല ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ, അത്രമേൽ ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ശ്രേഷ്ഠ ഗുരുവാണ് കർത്താവായ യേശു. ആ പടക് മുങ്ങാൻ തുടങ്ങുന്ന സമയത്ത് യേശുവിനെ അവർ ഉണർത്തി, ആ ഗുരുവിനെ അവർ ഉണർത്തി. യേശു ആ പടകിൽ നിന്നുകൊണ്ട് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങാൻ പറഞ്ഞു. അവിടെ വലിയ ശാന്തതയുണ്ടായി. ഒരു നല്ല ഗുരുവിൻ്റെ മറ്റൊരു ലക്ഷണമെന്ന് പറയുന്നത് ശാന്തരാക്കി മാറ്റാൻ,
ഏത് പ്രതിസന്ധിയിലും അശാന്തത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ശാന്തി നൽകുവാൻ, സമാധാനം നൽകുവാൻ, കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഗുരുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത്, മനസ്സിലാക്കിയത്, ശിഷ്യത്വത്തിന് നിശ്ചയമായി നമ്മൾ വില കൊടുത്തേ പറ്റുകയുള്ളൂ, മുതൽ കൊടുത്തേ പറ്റുകയുള്ളൂ. വില കൂടാതെ നമുക്ക് യേശുവിന് ശിഷ്യനാകാൻ പറ്റത്തില്ല. ആദ്യത്തെ 3 വ്യക്തിയുടെ ഉദാഹരണത്തിലൂടെ നമ്മൾ കണ്ടു. അവർക്ക് അപ്രകാരം വില കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് യേശുവിൻ്റെ പിന്നാലെ അവരെ നമ്മൾ കാണുന്നില്ല. അവർ യേശുവിനെ അനുഗമിച്ചതായിട്ട് അവിടെ നമ്മൾ രേഖപ്പെടുത്തിയായിട്ട് കാണുന്നില്ല. എന്തായിരുന്നോ അവർ കൊടുക്കേണ്ട വില? എൻ്റേതെന്ന് മാത്രം പറയുന്ന, അല്ലെങ്കിൽ ചില അവകാശവാദങ്ങൾ പോലും യേശുവിൻ്റെ ശിഷ്യത്വത്തിന് തടസ്സമായിട്ട് മാറിയിട്ടുണ്ട്. അതെല്ലാം വേണ്ടെന്ന് വെക്കണം. മാത്രമല്ല, ത്യാഗവും കഷ്ടതയും വേദനകളും അപമാനങ്ങളൊക്കെ യേശുവിന് മുമ്പിൽ യേശുവിന് ഏൽക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവനും ആ വ്യക്തിയും ഈ സമാനമായിരിക്കുന്ന സ്ഥിതിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും ഒന്നാമത്തെ വ്യക്തിയും യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിറകോട്ട് മാറാനിടയായി. രണ്ടാമത്തെ വ്യക്തിയോട് പറഞ്ഞു, യേശു എന്നെ അനുഗമിക്കുക. ആ വ്യക്തി പറഞ്ഞത്, ഞാൻ എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരാം. ആ ബന്ധം യേശുവിനെ അനുഗമിക്കുന്നതിന് തടസ്സമായി അവൻ്റെ വഴി തിരഞ്ഞെടുത്ത് പോകാനിടയായി. മൂന്നാമത്തെ വ്യക്തി അനുവാദം ചോദിക്കണം, വീട്ടുകാരുടെ യാത്ര പറയണം, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ആ വഴിക്ക് പോയി യേശുവിനെ അനുഗമിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറുന്നതിന് നിശ്ചയമായും ചില വിലകൾ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. വില കൊടുക്കാതെ നമുക്കൊരു ക്രിസ്തീയ ജീവിതം മുതൽ മുടക്കാതെ നമുക്ക് യേശുവിനെ അനുഗമിക്കുന്ന ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന ഒരു പദവിയിലേക്ക് നമുക്ക് വരാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പ്രകാരം നമ്മളൊരു വാക്യം വായിച്ചിട്ടുണ്ട്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നിശ്ചയമായി യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ ആണെങ്കിൽ ചില ക്രൂശുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഏതാണ് ഈ ക്രൂശ്? അക്ഷരീയമായ ക്രൂശാണോ? ഒരിക്കലും അല്ല. അനുഗമനം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ മാർഗമാണ്, വേദനയുടെ മാർഗമാണ്, നിന്ദയുടെ മാർഗമാണ്, മറ്റുള്ളവരുടെ ദുഷിക്കലൊക്കെ കേൾക്കേണ്ട മാർഗമാണ്. അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇപ്പോഴും ക്രൂശിനെ കാണിക്കുന്നത്. അപ്പോൾ നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും, കേൾക്കേണ്ടതായിട്ട് വരും. അതെല്ലാം ക്ഷമയോടെ കേൾക്കുവാൻ സന്നദ്ധരായിരിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ യഥാർത്ഥമായി അനുഭവിക്കുവാനും അനുഗമിക്കുവാനും ഒരു യഥാർത്ഥ ശിഷ്യനായി മാറുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ യേശുവിൻ്റെ ഒരു നല്ല ശിഷ്യനായി വില കൊടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ നിങ്ങളേവരെയും ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ അവസരം ഒരുക്കിയ ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയറിൻ്റെ എല്ലാ ചുമതലക്കാരോടും, വിശേഷാൽ ഇതിൻ്റെ മുഖ്യാത്മിനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനനായിരിക്കുന്ന തോമസ് ചെറിയാൻ അവர்களോടും എൻ്റെ അഗീതമായിരിക്കുന്ന നന്ദി പ്രകാശിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഇതേ സമയം അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.